Hi dears, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ കുറേ നാളായി നമ്മുടെ ചാനലിൽ കുക്കിംഗ് വ്ളോഗ് ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങളിപ്പോൾ എറണാകുളത്താണ്, ഗോകുവിൻ്റെ വീട്ടിലാണ്. സാധാരണ ഞാൻ ഗോകുവിൻ്റെ വീട്ടിൽ വരുമ്പോഴാണ് നമ്മുടെ ഈ ചാനലിൽ കുക്കിംഗ് വ്ളോഗ് ചെയ്യാറില്ല. കാര്യം ഞാൻ എൻ്റെ വീട്ടിലേക്കുമ്പോൾ അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല. കാര്യം വീട്ടിലെല്ലാവരും അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടത്തിയുണ്ട്, വല്യമ്മച്ചിയുണ്ട്. നമുക്ക് കിച്ചണിൽ കയറാനുള്ള അവസരവും ഇല്ല, അതുപോലെ തന്നെ കയറ്റത്തുമില്ല. എന്തെങ്കിലും വ്ളോഗിയല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എന്തായാലും എറണാകുളത്ത് വരുമ്പോഴാണ് ഞാൻ കുക്കിംഗ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളതും അതുപോലെ തന്നെ ഞാൻ കുക്കിംഗ് ചെയ്യുന്നതും ഇവിടെ വരുമ്പോഴാണ്. സോ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ മീൻ കൊണ്ടുവരും കേട്ടോ. മീൻ കൊണ്ടുവന്നപ്പോൾ അമ്മ ചോദിച്ചു ഏത് മീൻ വേണമെന്ന് ചോദിച്ചു. അപ്പം ഏതെങ്കിലും വാങ്ങിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ചെമ്മീനാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ചെമ്മീൻ മേടിച്ച് വയ്ക്കുന്നത് നമുക്ക് ചെമ്മീൻ തവയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ചെമ്മീൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ചെമ്മീൻ തവ ആക്കിയാലോ എന്ന് ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ കുക്ക് ചെയ്യാൻ എടുക്കാൻ നേരം ഞാൻ എന്നാൽ പിന്നെ ഒരു വീഡിയോ കൂടെ ചെയ്തേക്കാണ്. അപ്പം ചെമ്മീൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. ഫ്രഷ് ചെമ്മീനാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇത് രാവിലെ ചെമ്മീൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ച് ഇനി അതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ കാണാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണോ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, പക്ഷേ അറിയാത്തവർക്കൊരു ഇൻഫർമേഷൻ ആയിരിക്കും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയത്തില്ല എന്തോ ചെമ്മീനോട് എനിക്ക് ഭയങ്കര ചെമ്മീൻ ഫ്രൈയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഒരു 1 മന്ത് മുന്നെയാണ് ഞാൻ ചെമ്മീൻ തവ ഉണ്ടാക്കാൻ പഠിച്ചത്. 2 വട്ടം ഞാൻ വീട്ടിലുണ്ടാക്കി, കൊല്ലത്തായിരുന്നപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം. വെറുതെ വലിച്ചു നീട്ടുന്നില്ല, അപ്പോൾ റെസിപ്പി നോക്കാം. താങ്ക് യു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷല്ല. ഞാൻ നല്ല ഫ്രഷ് അല്ല കേട്ടോ, ഞാൻ രാവിലെ മേടിച്ച് വെച്ചാണ്. കൊഞ്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ കൊഞ്ചെന്ന് പറയും, ഞങ്ങളുടെ കൊല്ലത്തൊക്കെ കൊഞ്ചെന്ന് പറയും. ഇവിടുത്തെ അമ്മ ഗോകുൻ്റെ അമ്മയൊക്കെ ചെമ്മീൻ എന്നാണ് കേട്ടോ പറയുന്നത്. പലയിടത്തും പല പേരിൽ അറിയപ്പെടും. നമ്മൾ പ്രോൺസ് തവയാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ കൊഞ്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഞാൻ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ തോട് ഇളക്കി അതിനെ ഞരമ്പ് കട്ട് ചെയ്ത് കളയാണ് ആദ്യം ചെയ്യുന്നത്. അല്ലാണ്ടിട്ട് അതിൻ്റെ തലയിലെടുത്തുള്ള ആ കാലും നീളമുള്ള റെഡ് കളറിലുള്ള വര പോലുള്ള സംഭവം ഉണ്ടല്ലോ, അതും അത് ഇളക്കി നിർത്തും. അതിൻ്റെ വാലും നിർത്തും. അതിൻ്റെ നടുക്കത്തെ പോർഷൻ മാത്രമാണ് ഇളക്കുന്നത്. ഈ തവ ചെയ്യുമ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. എനിക്കതാണ് ഇഷ്ടം. നിങ്ങൾക്ക് തല കളയണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തല കളഞ്ഞെടുക്കാം, പ്രശ്നമില്ല. ഇതാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തത്. കണ്ടോ, അതിൻ്റെ ഞരമ്പൊക്കെ കട്ട് ചെയ്ത് തലേൻ്റെ ഉള്ളിലാണ് കൊഞ്ചിന് അഴുക്കുള്ളത്. ഈ ഞരമ്പ് കട്ട് ചെയ്ത് തലേൻ്റെ ഉള്ളിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വയറുവേദനയും പോയിസണായി, ഫുഡ് പോയിസണായി വയറുവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊഞ്ച് കഴിക്കുമ്പോൾ ചിലടത്ത് മരണം വരെ സംഭവിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കൊഞ്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഒരു 10-20 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. കൊഞ്ച് നമുക്ക് 1/2 കിലോ ഉണ്ട്. അതിന് കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ ഐറ്റംസൊക്കെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഞാൻ മിക്സിയിലിട്ട് ചതയ്ക്കാമെന്ന് വിചാരിച്ചു. മെനക്കെടാൻ വയ്യ, അതുകൊണ്ടിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിലൊരു 6-7 ഒരു 3-4-5 പച്ചമുളകും കൂടെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മസ്റ്റാണ് കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റിൻ്റെ ഉറവിടം. ഇതിൻ്റെ പുനോ എന്ത് ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഒരു ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ അടിപൊളിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് എന്നോട് പറയണം അഭിപ്രായം. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, കഴിച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, അതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇവിടെ ഗോകുൻ്റെ ആർക്കും എരിവ് ഇഷ്ടമല്ല. ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും പറയും എരിവാണ്. അതുകൊണ്ടിട്ട് ഞാൻ എരിവ് കുറച്ചിട്ടിട്ടേ ഉള്ളൂ, മുളക് പൊടി കുറച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല. ഇത് ഇത്രയും ഐറ്റംസാണ് നമുക്ക് മസാല ആയിട്ട് വേണ്ടത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ, പ്രശ്നമില്ല. ഗരം മസാല, ഇത്രയും ഐറ്റംസ് മാത്രം മതി. ഇത് ഇത്രയും എടുത്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഞെരടി ചേർക്കാം. നമ്മളിവിടെ ഞെരടുക എന്നൊക്കെ പറയുമല്ലോ, നന്നായിട്ട് എടുക്കുക. പിന്നെ ഞാൻ മറന്നു ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉപ്പിടുക. ഉപ്പ് നിങ്ങളുടെ പാകം എന്താണോ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ പാകത്തിനാണ് ചേർത്തത്. പിന്നെ നമുക്ക് ഇത് ഞെവിടി എടുത്തതിന് ശേഷം നോക്കാം, ഉപ്പ് കുറവോ കൂടുതലോ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് കൊഞ്ചൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊഞ്ച് വാരി
വേണ്ടിയിട്ട്. ഞാൻ മറന്നു പോയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ കൊഞ്ചിനെല്ലാം പറക്കി തിരിച്ചെടുത്തിട്ടാണ് ഞെവിടാൻ പോയത്. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ മസാലക്കൂട്ട് നന്നായിട്ട് ഞെവിടിയെടുക്കുക. ഈ ഞെവിടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. കാര്യം കൊഞ്ചും കൂടെ ചേർത്തിട്ട് ഞെവിടാൻ ഭയങ്കര മെനക്കേടാണ്. കാര്യം അതിൻ്റെ തല ഉള്ളതുകൊണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെ മുള്ളൊക്കെ കൊണ്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ട് കൊഞ്ച് ചേർക്കുന്നതിന് മുമ്പ് തന്നെ മസാല നന്നായിട്ട് തിരുമ്മി വെച്ചേക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊഞ്ചിൻ്റെ തലേന്നോ വാലിൽ നിന്നോ നമ്മുടെ കയ്യിലൊക്കെ മുള്ള് കയറാനുള്ള സാധ്യതയുണ്ട്. പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ അറിയാനുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. നല്ല വേദനയാണ്, ചിലപ്പോൾ പഴുക്കാനും സാധ്യതയുണ്ട്. എൻ്റെ കയ്യിൽ പൊത്ത് കയറിയിട്ട് ഇതുവരെ അതിൻ്റെ നീറ്റിൽ മാറിയിട്ടില്ല, അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ കൊഞ്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഫുള്ള് ഞാൻ ഇപ്പോൾ 1/2 കിലോ കൊഞ്ചാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് തൂക്കി മേടിക്കാൻ പറ്റും, കിലോ കണക്കിന് തന്നെ തൂക്കി മേടിക്കാൻ പറ്റും. അതുകൊണ്ടിട്ട് കറക്റ്റായിട്ട് കണക്കറിയാം. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ പറഞ്ഞ കണക്ക് അതിൻ്റെ സ്കിന്ന് മാത്രമാണ് കളഞ്ഞിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി ചേർക്കുന്നത് വെച്ച് പേടിച്ചിട്ടാണ് കേട്ടോ ഇത് ഇളക്കുന്നത്. നല്ല മുള്ളുണ്ട്, പറയും പോലെയല്ല. കയ്യിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നമ്മൾ അറിയില്ല അത് കിണ്ടുന്നുണ്ട്. പണ്ട് കല്യാണത്തിലേക്ക് മുമ്പ് വീട്ടിൽ നിന്ന് അമ്മയൊക്കെ ഉണ്ടാക്കി തരുമ്പോഴത്തേനും നമുക്കറിയില്ലായിരുന്നു ഇതിൻ്റെ അകത്ത് മുള്ളുണ്ട്, കയ്യിലൊക്കെ പൊത്ത് കയറും എന്നുള്ള കാര്യം. പിന്നെ കുക്കിങ്ങിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ പല കുക്കിംഗ് വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കുക്കിംഗ് പഠിച്ചത്. ഇപ്പോൾ കുക്കിംഗ് അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ട്, അയ്യോ എനിക്ക് കുക്കിംഗ് അറിയത്തില്ല, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിക്കുന്നവർ. വീട്ടുകാർക്ക് പ്രശ്നമില്ല. എൻ്റെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗോകുലമ്മ ഭയങ്കര കൂളാണ്, ഫ്രണ്ട്ലിയാണ്, എനിക്ക് പ്രശ്നമില്ല. അതുകൊണ്ടിട്ട് എല്ലായിടവും അങ്ങനെ ആവണമെന്നില്ല, എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. സോ എല്ലായിടവും അങ്ങനെ ആവണം എന്നില്ല. എന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിനകത്ത് കുറച്ചും കൂടെ കുരുമുളക്, അതായത് ഞാൻ ടേസ്റ്റ് നോക്കി, ഉപ്പും ബാക്കിയുള്ളത് മസാലയൊക്കെ പാകമാണോ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങാനീരോ വിനാഗിരിയോ ഒന്നും ഇപ്പം ചേർക്കുന്നില്ല, പക്ഷെ അത് പിന്നെ വേണം. അത് ഞാൻ എപ്പോഴാണ് എന്നുള്ള കാര്യം ലാസ്റ്റ് പറയും, കുക്ക് ചെയ്യുന്ന ടൈമിൽ പറയാം കേട്ടോ. ഇത് ഞാൻ തിരുമ്മുന്നത് കൂടുതൽ ലാഗായിട്ട് ലെങ്തി ആയിട്ട് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നിങ്ങൾ ഫുള്ളായിട്ടിട്ട് ഞെവിടി ചേർക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ഇങ്ങനെ പൊക്കി ഇട്ടാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ മുള്ള് കയറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്നെ പറയില്ലേ, ദേവു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ കയറിയത്, കയ്യിൽ കൊഞ്ചിൻ്റെ മുള്ള് കൊണ്ട് കയറി പഴുത്തു എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരരുത്, നല്ല തല്ല് കിട്ടും കേട്ടോ. വേണ്ട നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മിക്സ് ചെയ്ത ഐറ്റത്തിനെ നമുക്കിനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതായത് ആ കൊഞ്ചിൻ്റെ ആ നൂലുണ്ടോ അത് അതേ കണക്കിന് ഉണ്ടാവണം, തലയുടെ ഭാഗത്തുള്ളതാണ്. ചിലരത് കട്ട് ചെയ്ത് കളയും. ചിലർ ഈ ഞങ്ങളുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാലുണ്ടല്ലോ കൊഞ്ചിൻ്റെ മുള്ളും ആ തലയുടെ ഭാഗവും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അതാവുമ്പം പ്രശ്നം വരില്ലല്ലോ. സോ അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതാണ് കേട്ടോ കുറച്ചും കൂടെ എനിക്കിഷ്ടം, ഇതാണ്. നന്നായിട്ട് ഞാൻ പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിനുശേഷം ഞാൻ തവ ചൂടാക്കിയിട്ടുണ്ട്. തവ ചൂടാക്കി അതിൽ കൊഞ്ചിനെ പറക്കിയിടാൻ പോവുകയാണ്. വേണ്ടേ ഞാൻ 2 തവയിലായിട്ടാണ്, തവ അല്ല 2 പാനിനകത്തായിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ട് എല്ലാത്തിനെയും കറക്റ്റായിട്ട് അടുക്കി ഇട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്യുകയാണ്. ഞാൻ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത്. കാര്യം ഒരുപാട് കൊഞ്ചുണ്ടായിരുന്നു. ചെറിയ കൊഞ്ചാണെങ്കിൽ കൂടിയിട്ടും നമ്മുടെ ചെറിയ പാൻ ആയതുകൊണ്ടിട്ടുണ്ടല്ലോ ഈ ആശാന്മാരെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് മെനക്കേടായിരുന്നു. ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 1/2 hour എടുത്തു കേട്ടോ. ഫ്രൈ ചെയ്ത് തവ ചെയ്യാൻ വേണ്ടിയിട്ടൊരു 1/2 hour എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് കഴിയും. ബാക്കി മിക്സിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയും. പിന്നെ എനിക്ക് ഇതിനകത്ത് പാടായിട്ട് തോന്നിയത് നമ്മുടെ കൊഞ്ചിനെ ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഫ്രൈ ചെയ്യുന്നതാണ്. ബാക്കി മസാലാസിൻ്റെ കൂട്ടൊക്കെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ മൈൻഡിൽ നിൽക്കുകയും ചെയ്യും. അധികം ഐറ്റംസ് ഒന്നും ഇല്ലാണ്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കല്ല കേട്ടോ, ഒരു ഹാഫ് ബോയിൽ ചെയ്യുന്ന പോലെ, അതായത് ഒരു 50% മാത്രം ഫ്രൈ ചെയ്യുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് തവയിലേക്ക് കിടക്കാൻ പറ്റൂ. ഇതിനകത്ത് ഞാൻ നമ്മൾ മസാല നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ മസാല, അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം, അതായത് അത് കുടഞ്ഞിട്ടാണ് ഈ ഫ്രൈ ചെയ്യാൻ വെക്കുന്നത്. കണ്ടോ 2 പാനിലായിട്ടാണ് ഞാൻ വെച്ചത്. 2 പാനിലായിട്ട് ഒരു ഹാഫ് ബോയിലായിട്ടുണ്ട്. അതിൻ്റെ വാലിൻ്റെ കളറൊക്കെ മാറി ഒരു റെഡ് കളറിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിതിനെ കോരി മാറ്റാം. ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. കുറച്ച് മാറ്റി, അതായത് ആദ്യം ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മസാല ഞാൻ മാറ്റിയെന്ന് പറഞ്ഞത് ഇതാണ്. നമ്മൾ കൊഞ്ച് വെച്ചിട്ടുണ്ടായിരുന്ന അതേ മസാല തന്നെയാണ്. ഈ കൊഞ്ചിന് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ടിട്ട് തന്നെ
അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഹാഫ് ബോയിലും കൂടെ, അതായത് പകുതി വേവും കൂടെ ആയതിന് ശേഷം നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വലിയ പാനാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. ഇതെൻ്റെ കയ്യിൽ ചെറിയ പാൻ ആയതുകൊണ്ടിട്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് വാരിയിട്ടത്. രണ്ടായിട്ട് ഫ്രൈ ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ നന്നായിട്ട് എല്ലാം ഒരേ പരുവത്തിൽ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ മസാല തട്ടിയിട്ടു. മസാല അതായത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അരപ്പുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചൊന്ന് വേവാകുമ്പോഴത്തേന് ഇത് വിനാഗിരിയാണ്. ഒരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു സ്പൂൺ അളവിന് ഷുഗറാണ്, പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും മസ്റ്റാണ്. ഈ തവയിൽ നമ്മുടെ കൊഞ്ചിൻ്റെ ടേസ്റ്റ് വേറൊരു രീതിയിലേക്ക് വരുന്നത് ഈ 2 ഐറ്റംസാണ്. ഇത് രണ്ടും മസ്റ്റാണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത എന്ന് കാശിക്കൂട്ടം കരയുന്നു. ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത 2 ഐറ്റംസാണ് കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ എന്താ പറയുക, ചെമ്മീൻ തവ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സായി വരുന്ന ആ ഒരു പരുവം, ഉള്ളിയാണ് എന്ന് തോന്നാത്തൊരു പരുവം ഉണ്ടല്ലോ, ആ പരുവത്തിലാണ് നമ്മൾ ഇത് വാങ്ങി വെക്കേണ്ടത്. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, വെറുതെ പറയുന്നതല്ല. ഒരിക്കലെങ്കിലും നിങ്ങൾ ചെമ്മീൻ വാങ്ങുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദേ കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ മാവ കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഞാൻ പോട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.